സഞ്ജു സാംസന്റെ വൻ തിരിച്ചുവരവിനെ കുറിച്ച് ഗൗതം ഗംഭീർ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. ഓഫ് സ്പിന്നറെ നേരിടാനല്ല സഞ്ജുവിനെ വീണ്ടും ടീമിലേക്ക് കൊണ്ടുവന്നത്, മറിച്ച് സഞ്ജു ഇന്ത്യക്ക് മികച്ച സ്റ്റാർട്ടിംഗ് നൽകുന്നതുകൊണ്ടാണെന്നാണ്. പക്ഷേ അങ്ങനെയാണോ ശരിക്കും നടന്നത്? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഏഷ്യ കപ്പിൽ ശുഭ്മാൻ ഗില്ലിനെ നിങ്ങൾ ഓപ്പണറാക്കിയത്? സഞ്ജു സാംസൺ ഏഷ്യ കപ്പിൽ മുഴുവനും ബാറ്റ് ചെയ്തത് മധ്യനിരയിലായിരുന്നു. എന്നിട്ടും ഒമാനെതിരെ മറ്റുള്ളവർ പരാജയപ്പെട്ടപ്പോൾ മികച്ച ഒരു 50യുമായി സഞ്ജു തുടങ്ങി. പിന്നീട് ശ്രീലങ്കയ്ക്കെതിരെ ഒരു തകർപ്പൻ ഇന്നിങ്സ്, വീണ്ടും ഫൈനലിൽ മധ്യനിരയിൽ തന്നെ പാകിസ്ഥാനെതിരെ നിർണായക ഇന്നിങ്സ്. തിലക് വർമ്മയ്ക്കൊപ്പം സഞ്ജു സാംസൺ പടുത്തുയർത്തി കൂട്ടിക്കെട്ടാണ് വിജയത്തിൽ നിർണായകമായെന്ന് തന്നെ പറയാം. അതും കഴിഞ്ഞ് സൗത്ത് ആഫ്രിക്കൻ പരമ്പരയിൽ 4 മത്സരങ്ങളിൽ ശുഭ്മാൻ ഗില്ലിനെയാണ് ഓപ്പണറാക്കിയത്. പിന്നീട് അദ്ദേഹം പരാജയപ്പെട്ടപ്പോഴാണ് സഞ്ജു സാംസനെ ഒരു കളിയിൽ നിങ്ങൾ വീണ്ടും ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. 37 റൺസിൻ്റെ തകർപ്പൻ ഇന്നിങ്സോടെയാണ് സഞ്ജു സാംസൺ തൻ്റെ തിരിച്ചുവരവ് ആ സീരീസിൽ അറിയിച്ചത്. വീണ്ടും ന്യൂസിലാൻഡിനെതിരെ സഞ്ജു സാംസൺ മോശം പ്രകടനം കാഴ്ചപ്പോൾ നിങ്ങൾ ലോകകപ്പിൽ സഞ്ജു സാംസന്റെ സ്ഥാനം തെറിപ്പിച്ചു. കഴിഞ്ഞ ദിവസം സഞ്ജയ് മഞ്ജരേക്കർ പോലും പറയുകയുണ്ടായി, സഞ്ജു സാംസന്റെ തിരിച്ചുവരവിനുള്ള ക്രെഡിറ്റ് ആരും എടുക്കണ്ട, അത് അദ്ദേഹത്തിന് വീണ്ടും ഭാഗ്യത്തിൻ്റെ അവസരം കിട്ടിയപ്പോൾ തൻ്റെ എല്ലാ കഴിവുകളും പുറത്തെടുത്ത് നേടിയ മികച്ച ഇന്നിങ്സുകളാണ്.